ആയിരുന്നു. ഞങ്ങളും രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. മോളും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അരുവിക്കൽ എന്ന് പറയുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, അരുവിക്കൽ ശിവക്ഷേത്രത്തിൽ പോയി. ആ ഫ്രണ്ടിൽ വെള്ളം ഒഴുകുന്ന അമ്പലം കാല് കഴുകിയിട്ട് വേണം നമ്മൾ കയറാൻ. എപ്പോഴും വെള്ളം അരുവിക്കലുള്ളതാണ്. കാല് കഴുകിയിട്ട് വേണം. ഫ്രണ്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഒരു തോടാണ്. തോട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകും. അതിങ്ങനെ കുത്തനെ വെള്ളച്ചാട്ടം പോലെ കാണും. അപ്പോൾ അത് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാണ് ഞാനിന്ന് രാവിലെ തന്നെ ഞങ്ങളിവിടുന്ന് പോയി. പോകുന്ന വഴിക്ക് ആ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച്, പെട്രോളില്ലായിരുന്നു, പെട്രോളും അടിച്ച് അങ്ങ് വരെ പോകണ്ടേ. ഞങ്ങൾ കോട്ടയത്തു നിന്നല്ലേ പുറപ്പെടുന്നത്. പെട്രോളും അടിച്ച് അവിടുന്ന് പോയി ഏറ്റുമാനമ്പലത്തിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് ഞങ്ങളൊന്ന് തൊഴുത്, അവിടെ നിന്ന് വാതിൽക്കൽ നിന്ന് തൊഴുതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറേ അങ്ങ് ചെന്നപ്പോഴത്തേനും കൊച്ചിനെ വെളുപ്പിനെ വിളിച്ച കാരണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നാലും ഓരോന്നൊക്കെ വർത്തമാനവും പറഞ്ഞ് വിളിച്ചും പറഞ്ഞ് അമ്പൂറ്റിയൊക്കെ കാണിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. പട്ടിത്താന അവിടെ ആകുമ്പോൾ തിരിയുന്നിടാണത്. അത് കാണാൻ നല്ല രസമായിരുന്നു. അതും കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ രാവിലെ ആയ കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. മഴയൊന്നുമില്ലായിരുന്നു. നല്ല എഴുതായിരുന്നു. നല്ല തെളിച്ചമായിരുന്നു. തെളിയുന്ന വെയിലിന് നല്ല ചൂടുമായിരുന്നു. ഞങ്ങളിവിടുന്ന് ഒരു 7:30 പോയി. അവിടെ ഒരു 7:45 ചെന്നു. വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയത്. രാവിലെ ഇത് എൻ്റെ വീട്ടിലേക്ക് പോകണ വഴി ഞാൻ കാണിച്ചതാണ്. എന്നിട്ട് കണ്ടമ്പഴമ്പേക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങോട്ടുള്ള വഴിയുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് പോകാൻ നേരം കിട്ടത്തില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് അമ്പലത്തിൽ. അതുകൊണ്ട് നേരത്തെ തന്നെ പോയിട്ട്, കുഞ്ഞുള്ളതുകൊണ്ട് വെയിലൊന്നും കൊള്ളിക്കണ്ടല്ലോ എന്ന് ഓർത്ത്, എനിക്കും വെയിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇതാണ് അമ്പലം, അരുവിക്കൽ ശിവക്ഷേത്രം. ഇതാണ്. ഞങ്ങൾ ചെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് പുറകിൽ നിന്നാണ് ഞങ്ങൾ ചെന്നത്. ഇവിടുന്ന് ചെന്ന കാരണം ഞാൻ പുറകിൽ കൂടെ കയറാനുള്ള വഴിയെ കൂടെയാണ് പോയത്. അപ്പം പുറകിൽ കുറച്ച് വണ്ടി ഉള്ളായിരുന്നു. പക്ഷേ അപ്പുറത്ത് നല്ല തിരക്കും ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ നല്ലപോലെ കിടപ്പുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്നും പോയി ഇരിപ്പുണ്ട്. ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനും അതിനെ കാണാനും ഒക്കെ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട്. ഇത് അറിഞ്ഞും കേട്ടും ഞങ്ങളോടൊക്കെ ഇപ്പോൾ 2-3 പേര് ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നു. ഫ്രണ്ടിലെ വെള്ളം ഒഴുകുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് കൊച്ചിനെ കാല് കഴുകണമെന്ന് പറഞ്ഞ കാരണം അവന് ഭയങ്കര തോടിൻ്റെ അക്കരെ തന്നെ ഇതേ ആൾക്കാരെല്ലാം കാണാൻ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നോക്കിയപ്പോഴേ അപ്പുറം ആൾക്കാർ നിൽപ്പുണ്ട്. ഇതാണ് ഫ്രണ്ടിൻ്റെ വാതിൽക്കൽ തന്നെ അരുവി പോലെ ഒഴുകുന്ന ഒരു തോട്. ഞങ്ങൾ അവിടെ ഇറങ്ങി കാല് കഴുകി, നല്ലപോലെ കാലും മുഖവും കഴുകിയിട്ടാണ് കയറിയത്. എല്ലാവരും തൊഴുത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവിടെ പായലുള്ളതുകൊണ്ട് തെന്നും. അതുകൊണ്ട് കമ്പി ഇങ്ങനെ അപ്പുറം ഇപ്പുറം ക്രോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും പേടിയാണ് തെന്നുമോയെന്ന്. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. വെയിലായാലും ആ അരുവിക്ക് ആ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അറച്ചും പേടിച്ചും തണുപ്പത്തും ഒക്കെ ആയിട്ട് ആദ്യം പമ്മി നിന്ന്, പിന്നെ ഓരോരുത്തർ ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ കാല് കഴുകിയിട്ട് പിന്നെ അമ്പലത്തിലേക്ക് കയറി. ഞാൻ നെയ്വിളക്ക്, അവിടുത്തെ പ്രധാനം വഴിപാടാണ് നെയ്വിളക്ക്. ഞാൻ കൊച്ചിൻ്റെ പേരിലും അവൻ്റെ പേരിലും നെയ്വിളക്ക് കൊടുത്തു. അത് കത്തിച്ച് വെക്കും. കുഞ്ഞിന് കത്തിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പോൾ അവർ 2 പേരും കൂടെ കത്തിക്കുന്നു. കത്തിച്ചിട്ട് പിന്നെയും ബഹളം. അവന് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് കൈ നിൽക്കുകയില്ല. അപ്പോൾ വെക്കണമെന്നും പറഞ്ഞ് ബഹളമായി. വിളക്കേന്ന് വിടുകയില്ലായിരുന്നു തീര. അപ്പം താഴെ വെക്കണ്ടേ. കുഞ്ഞിനെ എടുത്ത് താഴെ വെച്ച് എല്ലാവരും ഒത്തിരി വഴിപാടുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് ഇത് കണ്ടോ, ഇഷ്ടം പോലെ അപ്പുറത്തും ഇപ്പുറത്തും നെയ്വിളക്ക് കത്തിക്കുന്ന പ്രധാന വഴിപാടാണ് അവിടുത്തെ. അവിടെ നെയ്വിളക്ക് കത്തിച്ച് പിന്നെ തിരുമേനിയുടെ അടുത്ത് ചെന്ന് തൊഴുതിട്ട് തിരുമേനിയുടെ പ്രസാദം മേടിച്ചു. അവിടെ ഇങ്ങനെ ഗണപതി ഹോമത്തിന് ആഴി കത്തിക്കുന്നേ ഉള്ളായിരുന്നു. രാവിലെ ആയ കാരണം ഗണപതി ഹോമം ആയില്ല. അതിനുള്ള തുടക്കം ആഴി കത്തിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളതിനൊന്നും നിന്നില്ല, തിരിച്ചു പോന്നു. പിന്നെ നേരെ അപ്പുറം ശരവണൻ്റെ അമ്പലമുണ്ട്. അവിടെ പോയി ഇടത്ത് വശത്തുണ്ട്. അവിടെ പോയി തൊഴുതു. തിരുമേനിയുടെ പ്രസാദം വാങ്ങിച്ചു. ഇതാണ് അവിടുത്തെ തിരുമേനിയുടെ പ്രസാദം വാങ്ങിച്ച്. തിരുമേനിക്ക് തിടുക്കമായിരുന്നു. അപ്പുറത്തെ ആഴി കുട്ടിയൊക്കെ വന്ന കാരണം പെട്ടെന്ന് എല്ലാം ചെയ്യണ്ടേ. ആ തിരക്കാണ്, ഒരാൾ വലിയ ഉള്ളെന്നും പറഞ്ഞ് തിരക്കായിരുന്നു. അത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ തോട്ടിൽ തന്നെ ഒരു ചെറിയൊരു അരുവി പോലെ ഇങ്ങോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്.
ഞാൻ കൊച്ചിനെ കയ്യെ പിടിച്ച് ദേ അങ്ങോട്ട് കിടന്നു പോവുകയാണ്. അവൻ വെള്ളത്തിലിറങ്ങാൻ ആദ്യം പേടി വന്നെങ്കിലും ഇഷ്ടം പോലെ പിള്ളേരും ചേച്ചിമാരെല്ലാം അവിടെ കിടന്ന് ചാടുന്നത് കണ്ടപ്പോൾ പുള്ളി തന്നെ ഇറങ്ങി. എന്നിട്ട് ഞാൻ എടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൈ പിടിച്ചിട്ട് വേഗം നടക്കുമായിരുന്നു. ഇത് കണ്ടേ വെള്ളച്ചാട്ടം, അവിടുത്തെ വെള്ളച്ചാട്ടം. ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് തണുപ്പുണ്ട് നല്ല. അവനും ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് പാമ്പറുമോ നിക്കറും ഒക്കെ നനച്ച്, പിന്നെ അവിടെ ഷർട്ടൊക്കെ ഊരി അവൻ്റെ ചേട്ടായിമാരെ കുറച്ച് പേരവിടെ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് അവനും ചാടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം എന്ന് കാണിച്ച് ഞാൻ അവൻ്റെ ഷർട്ടൊക്കെ ഊരി. എന്നിട്ട് പിന്നെ വേഗം അവരുടെ കൂടെ കയറി പൊക്കോളാൻ പറഞ്ഞിട്ട് കേൾക്കത്തില്ല, ഷർട്ട് ഊരാൻ പറഞ്ഞ് പിന്നെ ഷർട്ട് ഊരിച്ച് ഞാൻ കയറ്റി വിട്ട്. പക്ഷേ കുറച്ചങ്ങ് ചെന്നപ്പോൾ തണുപ്പ് കാരണം കുറച്ചങ്ങ് ചെല്ലുമ്പോഴത്തേനും പുള്ളിക്ക് പേടിയാണ്, തിരിച്ചു വരിക. എന്നിട്ട് പറയുന്നതാണ് പേടിയുണ്ടെന്ന് ഇങ്ങനെ പറയും. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എടുത്തുകൊണ്ട് അവന് പോരാൻ മടിയാണ്. പോരണ്ടേന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു. ഈ അരുവിയുടെ അവിടെ കൊണ്ടുപോയിരുത്തി. പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലാം ഒന്നുകൂടെ തൊഴുതിട്ട് ഇങ്ങോട്ട് പോന്നു. ആൾക്കാരെപ്പോഴും വന്നും പോയി ഇരിക്കും. അതേ ആൾക്കാരുടെ കളി അവിടെ ഭയങ്കര വണ്ടിയാണ്. വണ്ടി ഇടാനിടയില്ലെന്ന് പറയാം. വന്നുകൊണ്ടിരിക്കുക. വരുന്നവർ ഒത്തിരി പേര് പോകുന്നുമുണ്ട്. സ്കൂളിൽ നിന്നും ഇന്ന് അവധിയായ കാരണം സ്കൂളിലൊക്കെ പോകാത്ത ഒത്തിരി കുഞ്ഞുങ്ങളവിടെ വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്ക്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് അവിടെ ഭയങ്കര തിരക്ക്. അത് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറി ചെന്നപ്പോഴത്തേന് ആങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, ഉണ്ണിക്കുട്ടൻ. അപ്പോൾ അവന് എൻ്റെ മടിയിൽ കയറി ഇരിയമ്മൻ കയറിയിരുന്നപ്പോഴത്തേന് ചമ്പു കയറിയിരുന്നപ്പോൾ അവനും കയറിയിരിക്കണം എന്നും പറഞ്ഞിട്ട് കയറിയിരുന്ന് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാറായപ്പോൾ റെമ്പൂട്ടാൻ പറിക്കണമെന്നും പറഞ്ഞു തിരക്ക് മുകളിൽ കയറി ഒരു ചാക്ക് റെമ്പൂട്ടാൻ. ഇത് ആങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ്. അവൻ നീന്തി ചെന്ന് റെമ്പൂട്ടാൻ എടുക്കുക. അപ്പോഴത്തേന് റെമ്പൂട്ടാൻ ഒരു ചാക്കോളം കയറി ടെറസിൻ്റെ മുകളിൽ കയറി പറിക്കണമായിരുന്നു. അവൻ കയറി റെമ്പൂട്ടാനും പേരക്കായും ഒക്കെ എൻ്റെ ഇളയ മോള് കയറി പറിച്ച് ഇതൊക്കെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കണ്ടോ. അത് എടുക്കാനായിട്ടാണ് നീന്തിയതേ ഉള്ളൂ. അത് എടുത്ത് ഇതല്ല ഇനിയുണ്ട് റെമ്പൂട്ടാനെല്ലാം. കുറച്ച് കേടായി പൂപ്പൽ പോലെ ഏതാണ്ട് വന്ന് മഞ്ഞയാണ്. ഇപ്പോൾ പഴുത്ത് തുടങ്ങിയ കാരണം ഒരുതരം മധുരമുണ്ട്, പക്ഷേ നല്ല ചുമല പോലെയുള്ള മധുരം ഇല്ല. അതും കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. ഇതല്ല അവിടെ നമ്മുടെ ഏറ്റുമാനമ്പലത്തിൻ്റെ വാതിൽക്കൽ കൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ. എല്ലാവരും ഇതിൻ്റെ കൂടെ പറയാം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, ഷെയർ ചെയ്യണം കേട്ടോ, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ.